നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ജനുവരി 14 മുതൽ 18 വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മീഡിയ കമ്മിറ്റി യോഗം മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ നടന്നു. മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റാത്ത വർഗീയത മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് DD സതീശൻ. പുത്തൂർ ജംഗ്ഷൻ വികസനത്തിന് റോഡിന്റെ വീതി റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചതിൽ നിന്നും വെട്ടിക്കുറച്ച് നടത്തുന്നതായി പൗരസമിതി. യുക്തിരേഖ മാധ്യമ അവാർഡ് ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലീമ നസ്രീന് നൽകുമെന്ന് കേരള യുക്തിവാദി സംഘം. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ ഈ മാസം 14 മുതൽ 18 വരെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നു. മീഡിയ കമ്മിറ്റി യോഗം പ്രസ് ക്ലബിൽ ചേർന്നു. കലോത്സവ വിജയത്തിന് മാധ്യമ സമൂഹത്തിന്റെ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു. ഓരോ വേദിയിൽ നിന്നുമുള്ള ഫലങ്ങൾ സംബന്ധിച്ച് അതത് സമയം പ്രസിദ്ധീകരിക്കാൻ മീഡിയ സെന്റർ പ്രവർത്തിക്കും. കലോത്സവ റിപ്പോർട്ടിംഗിന് എത്തുന്ന മാധ്യമ പ്രവർത്തകർക്ക് മീഡിയ പാസ് അനുബന്ധ സൗകര്യങ്ങൾ ഏർപ്പാടാക്കും. യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായി. AC മൊയ്തീൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ PM ബാലകൃഷ്ണൻ, മീഡിയ കമ്മിറ്റി കൺവീനർ റസാഖ്, പ്രസ് ക്ലബ് സെക്രട്ടറി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതിയുടെ രൂപീകരണ യോഗം തന്നെ അന്ന് വന്ന ആളുകൾക്ക് അറിയാം. അക്ഷരാർത്ഥത്തിൽ ഒരു സ്കൂൾ യുവജനോത്സവത്തിന്റെ വേദി പോലെ തന്നെ സമ്പന്നമാക്കി കുട്ടികളുടെ നിരവധി കലാപരിപാടികൾ ഉൾപ്പെടെ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ചടങ്ങായിട്ടാണ് സംഘാടക സമിതി യോഗം തന്നെ നമ്മൾ നടത്തിയത്. കഴിഞ്ഞ് 18 വരെ കോഡ് ഓഫ് കോണ്ടക്ട്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കോഡ് ഓഫ് കോണ്ടക്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞങ്ങളതിന്റെ ഭാരവാഹികളായ ആളുകൾക്ക് വേണ്ടത്ര ആ യോഗം നിന്ന് ഉദ്യോഗസ്ഥരെ നടത്താൻ പറ്റാത്ത വിധത്തിലുള്ള തിരക്കുകളുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതിനുശേഷം വളരെ സജീവമായി കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അത് പൂർത്തീകരിക്കുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും. സാധാരണ നിലയിൽ എഴുതിയപ്പോ ഡയറി നോക്കാതെ തന്നെ എഴുതിയപ്പോൾ 27-ാം തീയതിയാണ് നേരത്തെ നിശ്ചയിച്ചത്. പിന്നെയാണ് ബോണ്ണത്താലയുടെ ഭാഗമായിട്ടുള്ള തിരക്കുകൾ വരുന്നതുകൊണ്ട് 2 മണിക്ക് നിശ്ചയിച്ചാലും നഗരമാകെ ബ്ലോക്കിൽ പെടും, മറ്റൊരവധി പരിപാടികൾ ഉണ്ടാകും എന്ന് കണ്ടി ഇന്നലെ വരെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ എല്ലാവർക്കും ഉണ്ടെന്ന് അറിയിച്ചതുകൊണ്ട് 2-ാം തീയതി ഇങ്ങനെ ഒരു ചടങ്ങ് ആലോചിക്കുകയായിരുന്നു. 14-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന വിധത്തിൽ നമ്മളൊരു വലിയ വിപുലമായിട്ടുള്ള പരിപാടികളാണ്. മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റാത്ത വർഗീയത മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. പുറത്തുനിന്ന് ആളെ ഇറക്കി CPI നേതാക്കളെ വരെ പിണറായി വിജയൻ ചീത്ത വിളിപ്പിക്കുന്നു. ഇപ്പുറത്ത് UDF നിൽക്കുമ്പോൾ മറുവശത്തുള്ളത് ശിഥിലമായ LDF. SIT-യിൽ പാർട്ടി ബന്ധമുള്ള ഉദ്യോഗസ്ഥർ നുഴഞ്ഞു കയറിയത് അന്വേഷണ രഹസ്യങ്ങൾ CPM-ന് ചോർത്തി നൽകാൻ. പോറ്റിക്കൊപ്പം ഫോട്ടോ എടുത്തതിന് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്താൽ പിണറായി വിജയനെയും ചോദ്യം ചെയ്യണം. ജനാധിപത്യത്തെക്കുറിച്ച് വാത്തോരാതെ സംസാരിക്കുന്നവർ BJP-യെ പോലെ പണം നൽകി ജനവിധി അട്ടിമറിക്കുന്നു. പുത്തൂർ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് 15 മീറ്റർ വീതിയിൽ PWDക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് നൽകിയത് റവന്യൂ വകുപ്പ്. പുത്തൂർ സ്കൂളിന്റെ മതിലിൽ നിന്നും കനറ ബാങ്കിന് മുന്നിലെ കല്ലിലേക്ക് ഇപ്പോൾ 14.50 മീറ്റർ മാത്രമാണ് വീതി. 1/2 മീറ്റർ വീതിയിൽ PWD ഭൂമി കയ്യേറിയത് കണ്ടുപിടിച്ച് ഭൂമി തിരിച്ചെടുക്കണം. സ്കൂളിന് മുന്നിൽ നടക്കുന്ന കാന നിർമ്മാണം വലതുവശത്തേക്ക് നീങ്ങിപ്പോകുന്ന രീതിയിലാണ്. റോഡിന്റെ അലൈൻമെന്റിനെ ബാധിക്കുന്ന വിഷയമാണിത്. പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 24 അംഗങ്ങളെയും പൗരസമിതി ബന്ധപ്പെട്ടു, അപാകതകൾ ബോധ്യപ്പെടുത്തി. ഭരണസമിതി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്ന ഉറപ്പ് പൗരസമിതിക്ക് ലഭിച്ചിട്ടുണ്ട്. സ്റ്റോൺ നമ്പർ 49-ന് സമീപം 16.20 മീറ്ററാണ് റോഡിന്റെ വീതി. റോഡ് അക്വിസിഷൻ മാനദണ്ഡങ്ങൾക്കെതിരായ നടപടിയാണ് 15 മീറ്ററിൽ നിന്ന് വ്യത്യസ്തമായ അളവുകളിൽ ഭൂമി ഏറ്റെടുക്കുന്നത്. പൂർണ്ണമായും ഭൂമി നഷ്ടപ്പെടുന്ന ആൾക്ക് പോലും റിഹാബിലിറ്റേഷനോ റീസെറ്റ്മെന്റിനോ അനുവദിക്കാതെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കുന്നു. പുത്തൂർ പാലത്തിനു സമീപവും പള്ളിക്ക് സമീപവും 5 വളവുകൾ പുതിയ ഡിസൈനിൽ വരുന്നുണ്ട്. ഈ മേഖലയിൽ അപകട സാധ്യത 10 മടങ്ങ് വർദ്ധിപ്പിക്കും. 2-3 റോഡുകൾ വന്നു ചേരുന്ന ജംഗ്ഷനുകൾ കൂടിയാണ് 2 സ്ഥലങ്ങളും. ഏറ്റെടുത്ത ഭൂമിയിൽ വന്ന കുറവ് കണ്ടെത്തി വീണ്ടെടുത്തതിനു ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ എന്ന് പൗരസമിതി ആവശ്യപ്പെട്ടു. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പുതിയ ഭരണസമിതിയെ വ്യക്തമായി ധരിപ്പിച്ചിട്ടുണ്ട്. ഈ അളവുകളിലെ വ്യത്യാസങ്ങൾ അതുപോലെ ഒക്കെ അവർ ധരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ചില വ്യക്തികൾക്ക് സൈജനെ പോലെയുള്ള ആളുകൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും കട നഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് റീഹാബിലിറ്റേഷനോ റീസെറ്റിൽമെന്റോ യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകിയിട്ടില്ല.
മാത്രമല്ല ഈ പാടത്തിന് കൊടുക്കുന്ന അതേ എമൗണ്ട് കൊടുത്തത് കൊണ്ട് വളരെ തുച്ഛമായിട്ടുള്ള സംഖ്യ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. അത് വളരെ പരിതാപകരമാണ്. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ഭരണസമിതിയെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. 24 അംഗങ്ങളിൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ നാളെ നടക്കുന്ന ഭരണകക്ഷി യോഗത്തിൽ, ഭരണസമിതി യോഗത്തിൽ അവർ ചർച്ച ചെയ്യാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരു തീരുമാനം, വികസനം നല്ല രീതിയിൽ നടക്കാനുള്ള ഒരു തീരുമാനം വരുന്നു പ്രതീക്ഷിക്കുന്നത്. അതുവരെ ഈ 14.5 മീറ്റർ പോലെയുള്ള സ്ഥലങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കും എന്ന് തന്നെയാണ് പൗരസമിതി പ്രതീക്ഷിക്കുന്നത്. VSMM GVHSS ഒല്ലൂർ VHSC വിഭാഗം വിദ്യാർത്ഥികളുടെ NSS സപ്തദിന ക്യാമ്പ് നിതാന്തം എന്ന പേരിൽ പനകുട്ടിച്ചിറ GUP സ്കൂളിൽ ഒല്ലൂർ സെന്ററിൽ അയ്യോ ലഹരിവാധ എന്ന തെരുവ് നാടകത്തോടുകൂടി സമാപിച്ചു. VHSC പ്രിൻസിപ്പൽ TV വിജന, അധ്യാപകരായ MS രാജേഷ്, TV സതീഷ്, സുനിൽ കുമാർ, അഞ്ജലി, പ്രിയ മേനോൻ, സീന, സ്മിത, ചീരൻ എന്നിവർ സംസാരിച്ചു. NSS വോളണ്ടിയർ ലീഡർമാരായ റാഫേൽ, സിജോ, AU, അപർണ എന്നിവർ നേതൃത്വം നൽകി. പൊങ്ങണക്കാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ നേതൃത്വം നൽകി. സിസ്റ്റേഴ്സ്, കൈക്കാരന്മാർ, തിരുനാൾ കൺവീനർ, കേന്ദ്രസമിതി അംഗങ്ങൾ, ഏകോപന സമിതി അംഗങ്ങൾ, ദർശന സഭാംഗങ്ങൾ, പ്രതിനിധി അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ജനുവരി 10, 11, 12 തീയതികളിലാണ് തിരുനാൾ. പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകണമെന്നുമെന്നോ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. യുക്തിരേഖ മാധ്യമ പുരസ്കാരം ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലിമ നസ്രിന് VP സുഹറ സമർപ്പിക്കുമെന്ന് കേരള യുക്തിവാദി സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1 ലക്ഷം രൂപയും മെമന്റോയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ജനുവരി 9, 10, 11 തീയതികളിൽ കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് അവാർഡ് വിതരണം നിർവഹിക്കും. ഹമീദ് ചേന്നമംഗലൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഗംഗൻ അഴീക്കോട് അധ്യക്ഷനാകും. വാർത്താ സമ്മേളനത്തിൽ ധർമ്മരാജ് അടാട്ട്, ഗംഗൻ അഴീക്കോട്, TK ശക്തിധരൻ, KD ഉഷ എന്നിവർ പങ്കെടുത്തു. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013ന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് വഴി തൃശൂർ ജില്ലയിലെ ഉച്ചഭക്ഷണ പദ്ധതി നിർവഹണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം ഷീല വിജയകുമാറിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം നടന്നു. ജില്ലാ നോൺ മീൽ സൂപ്പർവൈസർ പ്രിയ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ വിവിധ സബ് ജില്ലകളിലെ AEOമാർ, നോൺ മീൽ ഓഫീസർമാർ എന്നിവർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉച്ചഭക്ഷണ പദ്ധതി ഫലപ്രദമായി നടക്കുന്നുവെന്ന് വിലയിരുത്തി. കൂടുതൽ നിർവഹണം കാര്യക്ഷമമാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രീ പ്രൈമറി വിഭാഗം, സ്പെഷ്യൽ സ്കൂളുകൾ എന്നിവിടങ്ങളിലെ കുട്ടികളെ കൂടി ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമാക്കാനുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് അറിയിച്ചു. ശാസ്ത്രീയമായി സംവിധാനം ചെയ്ത പാചകപ്പുര, സ്റ്റോർ എന്നിവ ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകി. തെക്കുംകര പഞ്ചായത്ത് വാർഡ് 15 കുറാഞ്ചേരി കൽപ്പമ്പാറ റോഡിൽ കടത്താഴം എന്ന സ്ഥലത്ത് ടിപ്പർ ലോറി റോഡിൽ നിന്നും 15 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ബാറ്ററി ഷോർട്ടായി ക്യാബിൻ ഭാഗം കത്തിയത് വടക്കാഞ്ചേരി യൂണിറ്റിലെ സേനാംഗങ്ങൾ വെള്ളം പമ്പ് ചെയ്ത് കെടുത്തി. ഡ്രൈവർ ഫൈസലിനെ സേന എത്തുന്നതിന് മുൻപ് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. വാഹനത്തിന്റെ ടയറുകൾ, ക്യാബിൻ, ബാറ്ററി, എഞ്ചിൻ എന്നിവ കത്തിനശിച്ചു. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷനിലെ ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ സജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാർ,
ഷജിത്ത്, ഷിബു, രഞ്ജിത്ത്, മുഹമ്മദ് സിനാൻ, നിതിൻ ദേവ് എന്നീ ടീം പങ്കെടുത്തു. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. അടിപ്പാതകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഗർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങി. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ 2 അടിപ്പാതകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. മുടിക്കോട് അടിപ്പാതയിലെ കിഴക്കുഭാഗത്തെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നുണ്ട്. മണ്ണ് നികത്തുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. പാലത്തിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന പണി ആരംഭിച്ചു. ക്രെയിൻ ഉപയോഗിച്ചാണ് സംരക്ഷണ ഭിത്തി സ്ഥാപിക്കുന്നത്. കല്ലിടുക്ക് അടിപ്പാതയിലെയും നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നുണ്ടെങ്കിലും വാണിയംപാറയിൽ മന്ദഗതിയിലാണ്. വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ സംയുക്ത തിരുനാൾ കൊടിയേറ്റം തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡേവിസ് ചെറിയത്ത് നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഷെബിൻ പനക്കൽ CMI, കൈക്കാരന്മാരായ ജസ്റ്റിൻ മുള്ളൂർ, ഷിജോ ഞെരിഞ്ഞാമ്പിള്ളി, തോമസ് മുട്ടത്ത്, ബേബി വാഴക്കാല, ജനറൽ കൺവീനർ റോബിൻ കൊച്ചുപുരയ്ക്കൽ, PRO സിനിൽ കൊടുമ്പിലായി, പബ്ലിസിറ്റി കൺവീനർ ജേക്കബ് നടുവിൽപീടിക എന്നിവർ നേതൃത്വം നൽകി. വേറിട്ട മേഖലകളിലെ മികവാർന്ന പ്രവർത്തനങ്ങളെ മാനിച്ച് അഡ്വക്കേറ്റ് AD ബെന്നിക്ക് സർഗമിത്ര പുരസ്കാരം സമർപ്പിച്ചു.
കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കേരളയും RTI കൗൺസിലും സംയുക്തമായി ചാലക്കുടി വ്യാപാരി ഭവനിൽ സംഘടിപ്പിച്ച ഉപഭോക്തൃ കുടുംബ സംഗമത്തിൽ വെച്ചാണ് സംസ്ഥാന രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അഡ്വക്കേറ്റ് AD ബെന്നിക്ക് പുരസ്കാരം നൽകി ആദരിച്ചത്. ഉപഭോക്തൃ കേസുകൾ നടത്തി റെക്കോർഡിട്ട ബെന്നി വക്കീൽ സജീവമായി ഇടപെട്ടു വരുന്നു. സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും സജീവം. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപക സെക്രട്ടറിയും ഇപ്പോഴത്തെ ഡയറക്ടറുമാണ്. 1000-ലധികം ലേഖനങ്ങളും വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി വീഡിയോകളും ബെന്നി വക്കീലിന്റേതായിട്ടുണ്ട്. വൃക്ക രോഗികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരവെ വൃക്കരോഗം ബാധിച്ച് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ബെന്നി വക്കീലിന്റെ ജീവചരിത്ര ഗ്രന്ഥം പത്മവ്യൂഹം ഭേദിച്ച് പ്രചോദനാത്മകമാണ്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലിഷ് ഷിബു, ചാലക്കുടി നഗരസഭാ കൌൺസിലർ BJ ജോർജി, കേരള ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ചെയർമാൻ CR വത്സൻ, കൊച്ചിൻ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ സാബു ജോർജ്, പ്രിൻസ് തെക്കൻ, PT റപ്പായി, ജോസഫ് വർഗീസ് എന്നിവർ സംസാരിച്ചു. കൂട്ടാല കതിരപ്പള്ളി ശ്രീധരൻ മെമ്മോറിയൽ ബാഡ്മിന്റൺ അക്കാദമിയുടെ നേതൃത്വത്തിൽ 56ാമത് കലാഭവൻ മണി ജന്മദിന അനുസ്മരണവും ബാഡ്മിന്റൺ ടൂർണമെന്റും സംഘടിപ്പിച്ചു. മുൻ മിൽമ ബോർഡ് മെമ്പർ ഭാസ്കരനാഥം കാവിൽ ഉദ്ഘാടനം ചെയ്തു. അക്കാദമി ചെയർമാൻ KS മണിവർണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റും സിനിമാ താരവുമായ കലാഭവൻ സതീഷ് കലാഭവൻ മണിയെ അനുസ്മരിച്ചു. ബാഡ്മിന്റൺ അക്കാദമി പ്രസിഡന്റ് KC അഭിലാഷ് അധ്യക്ഷനായി. കലാഭവൻ മണിയുടെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ ആരാധകർക്കിടയിൽ സജീവമായി നിലനിൽക്കുന്നു. സംഗീതവും അഭിനയവും ലാളിത്യവും സിനിമാ ചരിത്രത്തിൽ ആർക്കും മറക്കാൻ കഴിയാത്ത സ്ഥാനത്ത് തുടരുന്നു എന്ന അനുസ്മരണ പ്രസംഗത്തിൽ കലാഭവൻ സതീഷ് പറഞ്ഞു. പ്രശസ്ത ബാഡ്മിന്റൺ പ്ലെയറും മിലിറ്ററി ഉദ്യോഗസ്ഥനുമായ ബാലുവിനെ ആദരിച്ചു. ബാഡ്മിന്റൺ താരങ്ങളായ KV മണി, CB സെബാസ്റ്റ്യൻ, സഞ്ജു തോമസ്, എൽദോ സക്കറിയ, കിച്ചു, ശ്രീരാഗ് മാധവൻ, അനു ഭാസ്കരൻ, KS സത്യനാരായണൻ, ജെയ്സൺ പിറവം, കാർത്തിക് മാളക്കാരൻ, ഫ്രാങ്ക്ലിൻ, രഞ്ജു വർഗീസ്, നിതീഷ് രാജു എന്നിവർ സംസാരിച്ചു. ടൂർണമെന്റ് വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിച്ചു. ഈ വർഷം ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല, എന്നാലും മണിയുടെ ഒരു ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി നല്ലൊരു ഗാനം കലാഭവൻ മണിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് കയ്യൊത്ത് സതീഷ് എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഊട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. എന്റെ നെറ്റിന് രാപ്പകലില്ലാതെ നെറ്റോട്ടം ഓടിടുമ്പോ വെകിക്കർ വലിച്ചെന്റെ നാട്ടിയോട്ടോ വണ്ടി. എന്റെ നിറമ്പുകാലത്തൊരു കണ്ടുമുടിഞ്ഞ ജുബലക്കി ഓട്ടോന്റെ ഡിക്കിയിൽ വെക്കുന്നതൊത്തു ഞാൻ എന്നും കരഞ്ഞു പോകും. മാച്ചാലും ജീവചരിത്രം മനസ്സിന് മായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുന്നില്ല. മാച്ചാലും ജീവചരിത്രം മനസ്സിന് മായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുന്നില്ല. മാച്ചാലും ജീവചരിത്രം മനസ്സിന് മായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുന്നില്ല. പുഴയിൽ കാണാതെയായ ആളുടെ മൃതദേഹം കണ്ടെത്തി. ചാലക്കുടി പുഴയിലെ കാടുകുറ്റി പഞ്ചായത്തിലെ കല്ലൂർ ചൂണ്ടാണിക്കടവിലായിരുന്നു സംഭവം. കല്ലൂർ സ്വദേശി സതീഷ് കുമാറിനെയാണ് കാണാതായത്. പുഴയോരത്തെ ന്യൂ ഇയർ ആഘോഷത്തിനിടെ കാണാതാവുകയും പുഴയിൽ ഉണ്ടാകുമെന്ന സംശയത്തിൽ തിരയുകയും ചെയ്തു. ഇതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. PG മലയോര ഹൈവേയിൽ PG സർവീസ് സഹകരണ ബാങ്കിന് സമീപം റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന പശുവിനെ സ്വകാര്യ ബസ്സടിച്ച് അപകടം. പശുവിന് ഗുരുതരമായി പരിക്കേറ്റു. എടപ്പലം സ്വദേശിയായ കൊച്ചനയന്റെ 3 വയസ്സ് പ്രായമുള്ള പാൽ ചുരുത്തുന്ന പശുവിനെയാണ് ബസ്സിടിച്ചത്. PGയിൽ നിന്ന് തൃശൂരിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. പശുവിനെ ചികിത്സയ്ക്കായി പഞ്ചായത്തിൽ ഉൾപ്പെടെ നിരവധി വെറ്ററിനറി ഡോക്ടേഴ്സിനെ വിളിച്ചുവെങ്കിലും സ്ഥലത്തുണ്ടായിരുന്നില്ല. പശുവിന്റെ വയർ വലിയ രീതിയിൽ വീർത്തതിനാൽ വാഹനത്തിൽ കയറ്റാൻ വിജയിച്ചില്ല. മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ മണ്ണുത്തി വെറ്ററിനറി സർവകലാശാലയിലേക്ക് കൊണ്ടുപോയി. നിലവിൽ ചികിത്സയിലാണ്. തിരുവുള്ളക്കാവ് നമ്പ്യാര് വീട്ടിൽ ശിവശങ്കരൻ നിര്യാതനായി. 96 വയസ്സായിരുന്നു. വടക്കേ കുറുപ്പത്ത് പരേതിയായ സരോജിനിയാണ് ഭാര്യ. മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് ദാനം ചെയ്യും. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മക്കൾ രാധിക, രാജീവ്, രാഗിണി, രാജശ്രീ, രാജാറാം. മരുമക്കൾ രവീന്ദ്രൻ, ശ്യാമള, സത്യനാഥൻ, മോഹനൻ, സജിത. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു.
തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ. മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കരക്കര. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. ആയുധങ്ങളുമായി ഹൈവേ റോബറി ശ്രമം. അതിസാഹസികമായി 5 അംഗ സംഘത്തെ പിടികൂടി ഒല്ലൂർ പോലീസ്. കവർച്ച ചെയ്യാൻ വാഹനത്തിൽ തയ്യാറെടുപ്പ് നടത്തവേ ചങ്ങനാശ്ശേരി ഫാത്തിമപുരം സ്വദേശി വെട്ടുകുഴിൽ വീട്ടിൽ സിജോ, പള്ളിവീട് വീട്ടിൽ അഫാൻ, നാട്ടിക സുജീഷ്, മിഥുൻ, പെരിങ്ങോട്ടുകര സ്വദേശി ധനേഷ് എന്നിവരെയാണ് ഒല്ലൂർ പോലീസ് പിടികൂടിയത്. ദേശീയപാത കുട്ടനല്ലൂരിൽ പാതയോരത്ത് വിശ്രമത്തിനായി പാർക്ക് ചെയ്യുന്ന സമയത്ത് ആക്രമിച്ച് കവർച്ച നടത്താനായിരുന്നു സംഘത്തിന്റെ തയ്യാറെടുപ്പ്. ഒല്ലൂർ സബ് ഇൻസ്പെക്ടർ ജിൻസ് മാത്യുവും സംഘവും നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തെ കണ്ട് പരിശോധിക്കാനെത്തിയ സമയം പ്രതികൾ അതിവേഗത്തിൽ വാഹനം ഓടിച്ചുപോയി. സബ് ഇൻസ്പെക്ടറും സംഘവും പാലേക്കര ടോൾ പ്ലാസയിലെ ബാരിയർ ഇടിച്ചു തെറിപ്പിച്ചു പോയ വാഹനത്തെ പിന്തുടർന്ന് ആമ്പല്ലൂർ ജംഗ്ഷനിലെത്തി ചേസ് ചെയ്ത് വാഹനത്തിന് മുന്നിൽ നിർത്തി അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. പുതുവർഷത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി തൃശൂർ സിറ്റി പോലീസിന്റെ സേഫ് ഓട്ടോ പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടാത്ത ഓട്ടോ ഡ്രൈവർമാരെ കണ്ടെത്തി പരിശീലനം നടത്തി എമർജൻസി നമ്പറായ 112 ഉൾപ്പെട്ട പിങ്ക് ഓട്ടോ എന്ന സ്റ്റിക്കർ പതിപ്പിച്ചു. ഈ സ്റ്റിക്കർ പതിപ്പിച്ച ഓട്ടോറിക്ഷകളിൽ ഏത് സമയത്തും സുരക്ഷിതമായി യാത്ര ചെയ്യാം. വനിതകൾ ഓടിക്കുന്ന ഓട്ടോറിക്ഷകളിലാണ് പിങ്ക് ഓട്ടോ എന്ന സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിൽ നിമിഷേ ത്രിപാഠി IPS, അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ഷീൻ തറയിൽ, ട്രാഫിക് എൻഫോഴ്സ്മെന്റ് സബ് ഇൻസ്പെക്ടർ ശാന്താറാം എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സീനിയർ ആൻഡ് ഇന്റർ ക്ലബ് വെയ്റ്റ് ലിഫ്റ്റ് ചാമ്പ്യൻഷിപ്പ്. തൃശൂർ സിറ്റി പോലീസിന് റണ്ണേഴ്സ് അപ്പ് ട്രോഫി. 2025-26 വർഷത്തിലെ കേരള സ്റ്റേറ്റ് സീനിയർ ആൻഡ് ഇന്റർ ക്ലബ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരാർത്ഥികളിൽ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ കേരള പോലീസ് ടീം ഫസ്റ്റ് റണ്ണേഴ്സ് അപ്പ് ട്രോഫി കരസ്ഥമാക്കി. 17 മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. 5 പേർ തൃശൂർ സിറ്റിയിൽ നിന്നായിരുന്നു. 3 ഗോൾഡും 2 സിൽവറും നേടി. ജേതാക്കൾക്ക് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് IPS അനുമോദനം നൽകി. വലപ്പാട് പോലീസ് സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയുമായ വലപ്പാട് അജീഷ് എന്നയാളെ കാപ്പ പ്രകാരം 6 മാസത്തേക്ക് നാടുകടത്തി. അജീഷ് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസിലും അടിപിടി കേസിലും അടക്കം 5ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കാപ്പ ചുമത്താനും ഉത്തരവ് നടപ്പാക്കാനും വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനുവരി 14 മുതൽ 18 വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മീഡിയ കമ്മിറ്റി യോഗം മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ നടന്നു. മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റാത്ത വർഗീയത മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് DD സതീശൻ. പുത്തൂർ ജംഗ്ഷൻ വികസനത്തിന് റോഡിന്റെ വീതി റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചതിൽ നിന്നും വെട്ടിക്കുറച്ച് നടത്തുന്നതായി പൗരസമിതി. യുക്തിരേഖ മാധ്യമ അവാർഡ് ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലീമ നസ്രീന് നൽകുമെന്ന് കേരള യുക്തിവാദി സംഘം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.